പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നൊയമ്പ് കാലം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെയും ദൈവികമായ സമാധാനത്തിൻ്റെയും ദൈവത്തോടൊപ്പമായിരിക്കാനും പാപത്തിൻ്റെ അവസ്ഥയെ നീക്കിക്കളയാനും വിശുദ്ധി പ്രാപിക്കുന്ന ഒരു സമയമാണ് വലിയ നൊയമ്പ് കാലം. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മൾ എടുത്തിരിക്കുന്ന വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരമാണ്: യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ നീ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം സാത്താനോട് ദൂരെ പോകാൻ വേണ്ടിയാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. വിശ്വാസികളായ നമ്മൾ ഓരോ വ്യക്തിയും ജനിച്ചന്ന് മുതൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. നമുക്കും ആ ശക്തിയോടെയും ആ ബലത്തോടെ പറയാൻ സാധിക്കണം, സാത്താനെ നീ ദൂരെ പോകുക, എൻ്റെ കർത്താവായ യേശു മിശിഹായ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറയാൻ സാധിക്കണം. നമുക്ക് ആദ്യമേ മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹായുടെ ഒരു ട്രൂ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ ഒരു മനസ്സുണ്ടാവണം. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതം അനുഗ്രഹമായി തീരത്തുള്ളൂ. അപ്പം നമുക്കൊരു സംശയമുണ്ടാകും, ആരെ സേവിക്കണം, ആരാണ് യഥാർത്ഥ ദൈവം, അല്ലെ എന്താണെന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും കടന്നു വരികയായിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ കമ്മിറ്റ്മെൻ്റ് പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. യഥാർത്ഥ വിശ്വാസം പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ എന്നെ തന്നെ ദൈവികമായ അവസ്ഥയിലേക്കും ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കണം, നമ്മളെ തന്നെ നമ്മൾ കർത്താവിലേക്ക് സമർപ്പിക്കുക. അതേ സമയത്ത് നമ്മുടെ അധികാരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ധനത്തെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കണം. ചില വ്യക്തികളുണ്ട്, എനിക്ക് ഏറ്റവും അധികം എനിക്കെല്ലാം ഉണ്ട്, ഭക്ഷിക്കാനുണ്ട്, എനിക്ക് ജീവിക്കാൻ സുഖമായ ജീവിതമുണ്ട്, ഞാൻ രോഗിയല്ല, എല്ലാ വിശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ ധനത്തെയോ നമ്മുടെ അഹങ്കാരത്തെയോ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി എന്നിലല്ല ആശ്രയിക്കുന്നത്, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. രണ്ടാമത്തത് ദൈവവചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊന്നല്ല, സാത്താനെ നീ ദൂരെ പോകുക. അതായത് ദൈവവചനം കൊണ്ട് എത്ര അശുദ്ധിയെയും നമ്മൾ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അകന്നു ദൂരെ വിടാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തത്, ഈ പ്രാർത്ഥന എന്താണ്? ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മൂന്നാമത്തത്, ജീവിതത്തിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ചെറിയ ഊടുവഴികൾ നമ്മൾ ഒരിക്കലും പ്രാപിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധമായ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ഊടുവഴികൾ അല്ലെ ഇടവഴിയില്ല. സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കുക, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുന്നത് മാത്രമാണ് യഥാർത്ഥ ദൈവത്തിലേക്ക് സ്വീകരിക്കുന്ന വഴി. നാലാമത്തെ കാര്യം, ദൈവത്തെ ആരാധിക്കുക, മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഈ നൊയമ്പ് കാലത്ത് നമുക്കറിയാം, ഒരുപക്ഷെ നമ്മളൊരു നൊയമ്പ് എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ ഒരുപാട് അസ്വസ്ഥതകളും ഒരുപാട് തടസ്സങ്ങളുണ്ടാവും ഈ നൊയമ്പ് എടുക്കാൻ വേണ്ടി. പക്ഷെ അതിനൊന്നും ചിന്തിക്കാതെ യഥാർത്ഥ ദൈവത്തിൽ ആരാധിച്ചുകൊണ്ട് ഈ നൊയമ്പ് എന്ന് നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ത്യാഗങ്ങൾ എത്രത്തോളം എടുക്കും, അത്രത്തോളം ദൈവം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും, അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കും, അത്രത്തോളം ദൈവം നമ്മളെ സംരക്ഷിക്കും. പ്രിയമുള്ളവർ, ഈ നൊയമ്പ് സമയത്ത് നമുക്ക് യഥാർത്ഥ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ വചനം വായിച്ചുകൊണ്ട് ഈ ഇടവഴികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധി മാത്രം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൊണ്ട് ഈ നൊയമ്പ് നമുക്ക് പൂർത്തിയാക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.